പ്രേക്ഷകർക്ക് സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് ബഹുഭാഷാ പണ്ഡിതൻ, അതോടൊപ്പം മത താരതമ്യ പഠനത്തിലും തിയോളജിയിലുമൊക്കെ വേണ്ടത്ര വിൽപ്പത്തിയുള്ള റഹ്മത്തുള്ള കാസ്മിയാണ്. ഈ ഏപ്രിൽ മാസം ആദ്യ വാരത്തിൽ വന്നൊരു വാർത്ത റിച്ചാർഡ് ഡോക്കിൻസിനെ കുറിച്ച് വന്നൊരു വാർത്തയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, 2006 ബെസ്റ്റ് സെല്ലറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദ ഗോഡ് ഡെലൂഷൻ എന്ന് പറഞ്ഞ പുസ്തകം മലയാളികളായിട്ടുള്ള സ്വതന്ത്രവാദികളും അതേപോലെ തന്നെ നാസ്തികന്മാരുമായ ആളുകളൊക്കെ കൊണ്ടാടാറുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈയിടെ LBC റേഡിയോയിൽ കൊടുത്ത റൈച്ചൽ ജോൺസണുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ സ്വയം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാനൊരു കൾച്ചറൽ ക്രിസ്ത്യനാണ് എന്ന് ഒരു കാര്യം. ഇദ്ദേഹം നേരത്തെ തന്നെ ക്രിസ്ത്യാനിറ്റിയെ വേണ്ട അർത്ഥത്തിൽ തന്നെ നിരാകരിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ഇത് പറയുന്നതിലൂടെ മതത്തിന് കൊടുക്കുന്ന ഒരു തലോടലാണോ എന്നെനിക്കൊരു സംശയം. ഇത്തരത്തിലുള്ള ആളുകളുടെ മതത്തിനെ തലോടുമ്പോൾ അത് അപകടമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാത്രമല്ല, നിങ്ങൾ മറ്റ് മതങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ വളർച്ച തളർച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം വീക്ഷിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ സംശയമാണ്. ഈ വിഷയം ഈ ഏപ്രിൽ ആദ്യ വാരത്തിൽ വന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളെയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറയാനുള്ളത്, അതൊരു മുസ്ലിം റൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ആലോചിക്കുന്ന ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കൂട്ടത്തിലെ സമുന്നതരായ ക്രൈസ്തവ പണ്ഡിതന്മാർ, കാര്യങ്ങൾ അറിയുന്ന വളരെ ബ്രില്യൻ്റായ, കൃത്യമായി സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, അവരുടെ ഫ്യൂച്ചർ, ഇതൊക്കെ വ്യക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് റസൽ മൂർ. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന മാഗസിൻ്റെ എഡിറ്ററാണെന്ന് മാത്രമല്ല, അദ്ദേഹം അമേരിക്കയിലെ എത്തിക്സ് ആൻഡ് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. പ്രഗത്ഭമായ ഒരു മാസികയുടെ പ്രസിഡന്റാണ്. സമുന്നതനായ ക്രൈസ്തവ പണ്ഡിതനാണ്. 1956 ഈ മാസിക ആരംഭിക്കുന്നത്. അതിൻ്റെ നിലവിലുള്ള എഡിറ്ററാണ് റസൽ മൂർ. ആ പത്രത്തിൽ തന്നെ, ആ മാഗസിനിൽ തന്നെ തൊട്ടടുത്ത ദിവസം, അഥവാ ഏപ്രിൽ 5 എഴുതിയ വളരെ കൃത്യവും വളരെ വൃത്തിയുള്ളതും ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും സമർത്ഥമായി കാര്യം മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതുമായ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനതിൻ്റെ ഹെഡിങ്ങും ഉപശീർഷകവും മാത്രം വായിക്കാം. ആ ലേഖനം തുടങ്ങുന്നത് തന്നെ, ന്യൂ ഏത്തിസം ഫൈനലി ലേൺസ് ഹൗ ടു ഡിസ്ട്രോയ് ക്രിസ്ത്യാനിറ്റി. നമ്മുടെ ക്രിസ്തീയതയെ എങ്ങനെ തകർക്കാമെന്ന് ഏറ്റവും ഒടുവിൽ ന്യൂ ഏത്തിസ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹെഡിങ്. ഉപശീർഷകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ പണ്ഡിതന്മാർ ശരിക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി അത് ബാക്കിയുള്ളവർ പഠിക്കുകയേ വേണ്ടൂ. അതിന് ഉപശീർഷകമായി കൊടുക്കുന്നത്, റിച്ചാർഡ് ഡോക്കിൻസ് കൾച്ചറൽ ക്രിസ്ത്യാനിറ്റി കുഡ് ഹോളോ ഔട്ട് അവർ ഫെയ്ത്ത് ഫാർ മോർ എഫിഷ്യൻ്റ്ലി ദാൻ സ്ട്രൈറ്റ് ഫോർവേഡ് അറ്റാക്സ്. റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു, സ്ട്രൈറ്റ് ഫോർവേഡായി നമ്മെ ആക്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ തകർക്കാം എന്നവർ മനസ്സിലാക്കി. അതിൻ്റെ ഒരു ഉപോൽപ്പന്നം, അതിൻ്റെ ഒരു പുറത്തേക്കുള്ള വമിക്കൽ എന്ന് മാത്രമേ ഇതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ദീർഘമായ ഒരു ലേഖനം അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന മാഗസിനിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമാനമായി ധാരാളം ലേഖനങ്ങളും ബ്രിട്ടനിൽ വന്നു, അമേരിക്കയിൽ നിന്ന് വന്നു, മറ്റു രാജ്യങ്ങളിലൊക്കെ സമാനമായ റസൽ മൂറിൻ്റെ പ്രസ്താവന പോലെയുള്ള പ്രസ്താവനകളും ലേഖനങ്ങളും വന്നു കഴിഞ്ഞു. പക്ഷെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങളുടെ ഡെപ്ത് കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ഒരു ആശ്വാസം തോന്നും. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിച്ചല്ലോ എന്ന് തോന്നും. ഇദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ ഇവരുടെ ലക്ഷ്യം? സാം ഹാരിസ്, റിച്ചാർഡ് ഡോക്കിൻസ്, ഇവരൊക്കെ വിഷയം പൂർണ്ണമായി മതത്തെ തകർക്കുക, പൂർണ്ണമായി തകർക്കുക, എല്ലാ മതങ്ങളെയും തകർക്കുക. അതിൽ ഏറ്റവും അപകടകാരികളായ ഏത്തിസ്റ്റുകളുടെ നേതാവാണ് റിച്ചാർഡ് ഡോക്കിൻസ്. ആധുനിക ഏത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ അരാജകവാദികൾ. ഒരിക്കലും മതവിശ്വാസം നിലനിൽക്കരുത്, മതധർമ്മം നിലനിൽക്കരുത്, മതവേദങ്ങൾ നിലനിൽക്കരുത്, മതത്തിലെ പുണ്യപുരുഷന്മാർ നിലനിൽക്കരുത്. ഏറ്റവും അപകടമായൊരു വാക്ക് കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ റിച്ചാർഡ് ഡോക്കിൻസ് തന്നെ പറഞ്ഞു, വിർജിൻ മേരി വിർജിൻ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാവുക? ബേസിക് ആയിട്ടുള്ള ഫെയ്ത്തിനെ തന്നെ നിഷേധിക്കും. ഇതിനപ്പുറം എന്താ പറയാനുള്ളത്?
അത് ട്വിറ്ററിൽ കുറിച്ചൊന്നും മാത്രമല്ല, ഇപ്പോഴും ആ ട്വിറ്ററിൽ കിടക്കുന്നുണ്ട്. 2015 2018 ആവർത്തിച്ചു. പിന്നെ എന്താ ചെയ്യേണ്ടത്? അയാളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ ആഘോഷിക്കുക, ഞാൻ ഈസ്റ്റർ ആഘോഷിക്കാറുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പൊ അതിലൊക്കെ നമ്മളിപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും ആശ്വസിക്കുമല്ലോ. ഇയാൾ ആരോ ഉള്ളിൻ്റെ ഉള്ളിൽ നിരീശ്വരവാദി. മതം എന്ന് പറഞ്ഞാൽ കേവലം എൻ്റെ ആചാരമല്ലല്ലോ, മതത്തിൻ്റെ അടിസ്ഥാനപരമായി അതിൻ്റെ വിശ്വാസം, അതിൻ്റെ മൊറാലിറ്റി, ഇതൊക്കെ തകർക്കുന്നതിൽ ചരിത്രത്തിൽ ഏറ്റവും അപകടകാരികളാണ് സാം ഹാരിസ്, അതേപോലെ റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആധുനിക നിരീശ്വരവാദികൾ. അവർ എടുക്കുന്ന ചൂണ്ടയാണിത്. ഇതിനെ ശരിക്ക് ക്രിസ്തീയ സമൂഹം, അവരുടെ ഉന്നതരായ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുപോലെ സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ മതം തകരും. അതിനെ കേവലം കൾച്ചർ ചെയ്യപ്പെട്ടാൽ, അത് സിംബലുകൾ മാത്രം നിലനിർത്തുക, അടിസ്ഥാനപരമായി ഫെയ്ത്ത് ഇല്ലാതെയാക്കുക. ഫെയ്ത്ത് ഇല്ലാതെയാക്കിയാൽ പിന്നെ കൾച്ചർ നിലനിൽക്കാൻ കഴിയൂല. കൾച്ചർ പിന്നെ ചൈനീസ് ഫുഡ് പോലെ നിലനിൽക്കും. ചൈനീസ് സംസ്കാരം എന്നാൽ ചൈനീസ് ഫുഡാണ്, ചൈനക്കാരൻ ഫെയ്ത്ത് അല്ലല്ലോ. അപ്പോൾ പ്രഖ്യാപിത നാസ്തികന്മാരും പ്രഖ്യാപിത എത്തീസ്റ്റുകളൊക്കെ തന്നെയും പറയുന്ന കാര്യങ്ങൾ ഏതൊരു മതത്തോട് ചേർത്ത് പറഞ്ഞൊരു സോഫ്റ്റ് കോർണറായി പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പാടില്ല എന്നും അത് ആ മതത്തിലുള്ള ആളുകൾ തന്നെ ആ അർത്ഥത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടതാണെന്നാണ് നിർബന്ധമായും. ഇപ്പോൾ ഇതേപോലെ കൾച്ചറൽ മുസ്ലിംസ് ഉണ്ട്, അവരാണ് ഏറ്റവും അപകടകാരികൾ. കൾച്ചറൽ ഹിന്ദുസ് ഉണ്ട്, അവരാണ് ഹിന്ദുമതത്തിന് ഏറ്റവും അപകടകാരികൾ. ഒരു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന്റെ വിശ്വാസവും ദൈവബോധവുമാണ്. അപ്പോൾ നമുക്കിതിനോട് ചേർത്ത് പറയാനുള്ളത്, മലയാളി പ്രേക്ഷകർ ഇത്തരം ചില കാര്യങ്ങൾ മലയാളത്തിലുമുള്ള നാസ്തികന്മാർ അവരവരുടെ മതങ്ങളിലെ കൾച്ചറിനെ അംഗീകരിക്കുന്നു, എന്നാൽ മൊറാലിറ്റിയെയും അവരുടെ വേദങ്ങളെയും അംഗീകരിക്കുന്നില്ല എന്ന് അടിസ്ഥാന ഫെയ്ത്തിനെ അംഗീകരിക്കും. അത്തരം ആളുകളോട് നമ്മൾ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? അവരർഹിക്കുന്ന ആ അളവിൽ അവരെ നാം തള്ളിക്കളയണം. അവർ നന്മ പറഞ്ഞാലും തിന്മയാണ്, അവർ തിന്മ പറഞ്ഞാലും തിന്മയാണ്, അവർ നന്മ പറഞ്ഞാലും അവരുടെ നന്മ അതിൻ്റെ പുറംപൂച്ച് മാത്രമാണ്. ചൂണ്ടലിട്ട് വലിക്കുന്നത് പോലെയാണ്. ചൂണ്ടലിൻ്റെ അഗ്രഭാഗത്ത് കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ മത്സ്യത്തിന് കൊടുക്കുന്ന തീറ്റയല്ലല്ലോ എന്നതുപോലെയാണ്. ഞാനിപ്പോൾ ഈ വിഷയം നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം, ഡോക്കിൻസിനെ കുറിച്ച് ചോദിച്ചത് തന്നെ മലയാളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള പ്രത്യേക സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമൂഹം കാണിക്കുന്ന അവരുടെ ചില പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ വേറൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അതിൽ ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തീയ പണ്ഡിതന്മാർ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അത് താഴെ തട്ടിലേക്ക് എത്തിക്കാൻ താഴെ തട്ടിലുള്ള പ്രബോധകന്മാർ ശ്രമിച്ചാൽ മാത്രം മതിയാകും. നിരീശ്വരവാദികൾ എല്ലാ മതത്തിൻ്റെയും ശത്രുക്കളാണ്. അതെ, ഇന്ത്യൻ സാഹചര്യത്തിലും വിശിഷ്യ നമ്മുടെ കേരള സാഹചര്യത്തിലൊക്കെ 90%-ലധികം ആളുകൾ ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ധാർമ്മിക വേദ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ജീവിത രീതിയിൽ തന്നെ ഒരുപാട് മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അതാത് സമൂഹങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അവരെ പണ്ഡിതന്മാർ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനി സാധാരണക്കാർ ഉൾക്കൊണ്ടാൽ ഒരിക്കലും റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ആളുകൾ ക്രിസ്തുമതത്തെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കേ വേണ്ട. അതിൻ്റെ അവസാനം പറഞ്ഞല്ലോ, റസൽ മൂർ പറഞ്ഞല്ലോ, അദ്ദേഹം സമുന്നതനായ ക്രൈസ്തവ പണ്ഡിതനാണ്. അങ്ങനെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഞാൻ സന്ദർഭത്തിൽ നിന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം. ഇത്രയും നേരം എന്നോട് ഈ ഒരു വിഷയത്തിൽ വളരെ ആധികാരികമായിട്ട് തന്നെ ഒരു മറുപടി പറഞ്ഞതിന് നന്ദി, നമസ്കാരം.